ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമുക്കിന്നൊരു സേമിയ പായസം ഉണ്ടാക്കിയാലോ. ആദ്യം സേമിയ നമ്മൾ വറുത്ത് വയ്ക്കണം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് അതിനെ തണിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഒരു 7 ഗ്ലാസ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചെറിയ ഗ്ലാസ്സാണ്. 7 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം വിധി ചെറുതായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ആ സേമിയ അതിൽ തട്ടി കൊടുക്കാം. തട്ടി കൊടുത്തിട്ട് അത് വേവണം. ഇനി സേമിയ അതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് 1/2 ലിറ്റർ പാലാണ് ഞാനിതിൽ വീത്തിയത്. 1/2 ലിറ്റർ പാലും കൂടെ വീത്തിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാര അര കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ മിൽക്ക് മെയ്ഡ് ഇതിൽ വീത്തുന്നുണ്ട്, അതുകൊണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ കുറച്ച് കൂടുതൽ ഒരു 2 കപ്പെങ്കിലും പഞ്ചസാര ഇടണേ. ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു നെയ്യും കൂടെ വീത്തിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഏലക്കയും കൂടെ ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്നത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് വീത്തി കൊടുക്കാവേ. മിൽക്ക് മെയ്ഡ് വീത്തി കൊടുത്തിട്ട് ചെറിയൊരു തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. മിൽക്ക് മെയ്ഡ് വീത്തിയാൽ ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. അത് ഇങ്ങനെ തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം മുന്തിരി അണ്ടിപ്പരിപ്പും വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ അത്രേ ഉള്ളൂ. അടിപൊളി സേമിയ പായസം റെഡിയായേ. പിന്നെ ബാക്കി വന്ന മിൽക്ക് മെയ്ഡ് കൈയിട്ടെടുത്തതാണ്. അപ്പോഴത്തേക്ക് കൈ മുറിഞ്ഞു, പിന്നെ സ്പൂൺ ഇട്ടേ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.